MLA മുകേഷിനെതിരായ ലൈംഗിക അതിക്രമ പരാതിയിൽ അന്വേഷണ സംഘം കുറ്റപത്രം സമർപ്പിച്ചു. ആലുവ സ്വദേശിയായ നടി ആരോപിച്ച കുറ്റം തെളിഞ്ഞുവെന്നും മുകേഷിനെതിരെ ഡിജിറ്റൽ തെളിവുകളുണ്ടെന്നും കുറ്റപത്രത്തിൽ പറയുന്നു. വിവരങ്ങളുമായി രേണുക രാജേന്ദ്രൻ ചെയ്യുന്നുണ്ട്. രേണുക, മറ്റെന്തൊക്കെ കാര്യങ്ങളാണ് കുറ്റപത്രത്തിൽ പറയുന്നത്? കൂടുതൽ വിവരങ്ങൾ എങ്ങനെയാണ്? നിലവിൽ ഈ കേസിനെ പറ്റി നോക്കുകയാണെങ്കിൽ മുകേഷ് MLAക്കെതിരെ എറണാകുളം ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചിട്ടുണ്ട്. കഴിഞ്ഞ നീണ്ട 5 മാസങ്ങളുടെ ഒരു പ്രത്യേക അന്വേഷണത്തിന്റെ ഭാഗമായിട്ടാണ് എറണാകുളം ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത്. ആലുവ സ്വദേശിയായ നടിയുടെ കേസിലാണ് ഈ മുകേഷ് MLAക്കെതിരെ കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത്. നിലവിൽ CPMന്റെ നിലപാടും കൂടി ഈ കാര്യത്തിൽ വളരെ എടുത്തു പറയേണ്ട അല്ലെങ്കിൽ വ്യക്തമാക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. കേസിൽ ഈ മുകേഷ് MLAയുടെ കേസിൽ കുറ്റപത്രം സമർപ്പിച്ച കേസിൽ കോടതി തീരുമാനിക്കട്ടെ, കോടതിയാണ് ഇത്തരം കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതെന്ന് തന്നെയാണ് ഗോവിന്ദൻ മാസ്റ്റർ പറയുന്നത്. അതോടൊപ്പം തന്നെ രാജിവെക്കേണ്ട ഒരു ആവശ്യമില്ല നിലവിൽ എന്നുള്ളതാണ്. കോടതിയുടെ തീരുമാനം വരട്ടെ, അതിനുശേഷം രാജിയും മറ്റു കാര്യങ്ങളും ചിന്തിക്കാമെന്നുള്ള രീതിയിലാണ്. നിലവിൽ MLA തന്നെ തുടരട്ടെ, ഇതിൽ പാർട്ടിയുടെ ഒരു മാറ്റമില്ല, ഇത് ഞങ്ങൾ നേരത്തെ പറഞ്ഞതാണ് എന്നുള്ള രീതിയിൽ തന്നെയാണ് ഗോവിന്ദൻ മാസ്റ്ററും പറയുന്നത്. ഈ ഒരു കേസിന്റെ ഒരു സംഭവ വികാസങ്ങൾ നോക്കുകയാണെങ്കിൽ ഡിജിറ്റൽ തെളിവ് കൃത്യമായി കുറ്റപത്രം സമർപ്പിച്ചതിൽ ഡിജിറ്റൽ തെളിവുകൾ ഉണ്ടായിട്ടുണ്ട്. സാഹചര്യ തെളിവുകളോട് കൂടിയാണ് ഇത് ഏറ്റവും എടുത്തു പറയേണ്ട ഒരു സാഹചര്യം എന്ന് പറയുന്നത്. ഡിജിറ്റൽ തെളിവുകളായിട്ടുള്ള വാട്സപ്പ് ചാറ്റുകളും അതോടൊപ്പം തന്നെ ഇമെയിൽ ആശയവിനിമയം, ഇമെയിൽ അയച്ചിരിക്കുന്ന സന്ദേശങ്ങളും ഒക്കെയാണ് SIT നിലവിൽ കണ്ടെത്തിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ പ്രതി അല്ലെങ്കിൽ ഈ നടി നൽകിയിരിക്കുന്ന പരാതിയിൽ നടിയും അതോടൊപ്പം തന്നെ MLA മുകേഷും തമ്മിൽ ചില അവർ പോയിരുന്ന സാഹചര്യങ്ങൾ അല്ലെങ്കിൽ അവർ പോയി എത്തിപ്പെട്ട സ്ഥലങ്ങളിലെത്തി ചില സാഹചര്യ തെളിവുകളും കൂടെ കണ്ടെത്തിയിട്ടുണ്ടെന്ന് വേണം പറയാൻ. ഇവർ ഒരുമിച്ചുണ്ടായിരുന്ന പല സാഹചര്യങ്ങൾ അല്ലെങ്കിൽ ഇവർ ഒരുമിച്ചുണ്ടായിരുന്ന പല സ്ഥലങ്ങളിൽ ചെന്ന സാഹചര്യ തെളിവുകളും കൂടെ കണ്ടെത്തിയിട്ടുണ്ട്. കുറ്റപത്രം സമർപ്പിക്കുന്നതിൽ ഏറ്റവും നിർണായകമായ ഒരു സംഭവം ഇത് തന്നെയാണ്. സാഹചര്യ തെളിവുകളും അതോടൊപ്പം തന്നെ ഡിജിറ്റൽ തെളിവുകളുമാണ് ഇപ്പോൾ ഈ കേസിലെ ഏറ്റവും നിർണായകമായ ഒരു സംഭവം എന്ന് പറയാൻ. ഈ കേസ് എടുക്കുന്ന സമയത്ത് മുകേഷ് MLA കോടതിയെ സമീപിച്ചിട്ടുണ്ടായിരുന്നു, ഒരു ജാമ്യം അപേക്ഷിച്ചിട്ടുണ്ടായിരുന്നു. കാരണം ഇതൊരു വ്യാജേനയായ ഒരു കേസാണ്. നടി എന്റെ പണം തട്ടാനായി ഉന്നം വച്ചുകൊണ്ടാണ് ഈ ഒരു കേസ് നൽകിയിരുന്നു എന്നതാണ് മുകേഷ് MLAയും പറഞ്ഞത്. അതിനുള്ള തെളിവുകളെല്ലാം കോടതിയെ സമർപ്പിച്ച് ജാമ്യത്തിൽ ഇദ്ദേഹം ഇറങ്ങിയിട്ടുമുണ്ടായിരുന്നു. പക്ഷേ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ ഒരു 5 മാസത്തെ ഒരു പഠനത്തിൽ അല്ലെങ്കിൽ ഒരു വിശദമായ ഒരു പഠനത്തിന്റെ അടിസ്ഥാനത്തിലാണ് നിലവിൽ ഡിജിറ്റൽ തെളിവുകളും അതോടൊപ്പം തന്നെ സാഹചര്യ തെളിവുകളും കണ്ടെത്താൻ കഴിഞ്ഞിരിക്കുന്നത്. ഇതിൽ മരട് പോലീസാണ് ഈ നടിയുടെ പരാതിയിൽ ആദ്യം തന്നെ മരട് പോലീസാണ് ആ കേസ് എടുത്തത്. പിന്നെ ഹേമ കമ്മിറ്റിയുടെ ഒരു പശ്ചാത്തലം അല്ലെങ്കിൽ ഹേമ കമ്മിറ്റിയുടെ ഒരു സാഹചര്യം വന്നതിനെ തുടർന്ന് SIT ഈ കേസ് എടുത്ത് അന്വേഷിക്കുകയും കൂടുതൽ നിലവാരം പുലർത്തുകയും കൂടുതൽ അന്വേഷണത്തിന്റെ ഒടുവിലാണ് മുകേഷ് MLAക്കെതിരെയുള്ള കൂടുതൽ ഒരു കുരുക്ക് അല്ലെങ്കിൽ മുകേഷ് MLA കുരുക്കി കിട്ടുന്ന രീതിയിലുള്ള തെളിവുകൾ കണ്ടെത്തിയിട്ടുണ്ട്. ഡിജിറ്റൽ സന്ദേശങ്ങൾ കൈമാറിയതും ഇരുവരും ഒരുമിച്ചുണ്ടായിരുന്ന സാഹചര്യത്തിന്റെ അടിസ്ഥാനത്തിൽ ആ സ്ഥലങ്ങളിലെത്തി തെളിവുകൾ ശേഖരിക്കുകയും ചെയ്തിട്ടുണ്ട്. നിലവിൽ എറണാകുളം ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചിട്ടുണ്ട്. ഇനി അടുത്തുള്ള ഒരു ഘട്ടം എന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ ഇനി രാജി എന്നൊരു ആവശ്യം ഉയരുന്നുണ്ട്. പ്രതിപക്ഷം വളരെ ശക്തമായ രീതിയിൽ തന്നെ പ്രതിഷേധിക്കുന്നുണ്ട്. MLAയുടെ രാജി ആവശ്യപ്പെടണം, MLAയുടെ വീഴ്ചകൾ ഓരോന്നും ചൂണ്ടിക്കാട്ടുന്നുണ്ട്. അപ്പം ഉറപ്പായും ഒരു രാജി എന്നൊരു ആവശ്യം ഇവിടെ ഉയരുന്നുണ്ട്. പക്ഷേ CPMന്റെ നിലപാട് വളരെ വ്യക്തമായി തന്നെ പറയുന്നുണ്ട്. കോടതിയാണ് തീരുമാനിക്കേണ്ടത്. തെളിവുകൾ ശേഖരിച്ചാലും കുറ്റപത്രം സമർപ്പിക്കുന്ന സമയത്ത് കോടതിയാണ് തീരുമാനിക്കേണ്ടത്. കുറ്റപത്രത്തിൽ ഈ തെളിവുകൾ വസ്തുതാപരമാണോ അതോ വസ്തുതയ്ക്ക് നിരക്കാത്തതാണോ എന്നൊരു സംഭവങ്ങൾ കോടതിയാണ് തീരുമാനിക്കേണ്ടത്. കോടതി തീരുമാനിക്കുന്ന ഉത്തരവിലാണ് CPMും പോകുന്നത് എന്നാണ് പറയുന്നത്. പക്ഷേ ഇതിന്റെ ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം സർക്കാർ ഭരിക്കുന്ന പോലീസ് അല്ലെങ്കിൽ സർക്കാരിന്റെ പോലീസ് തന്നെയാണ് ഈ മുകേഷ് MLA മുകേഷിനെതിരെ ഒരു കേസുമായി അല്ലെങ്കിൽ തെളിവുകളുണ്ടെന്ന് കണ്ടെത്തിയിരിക്കുന്നത്. അപ്പൊ ഈ ഒരു കേസിന്റെ പശ്ചാത്തലം വളരെ വിശാലമാണ്. ഈ കേസ് ഇനി രാജിയിലേക്ക് കടക്കുന്നുണ്ടോ അതോ മറ്റ് പല പശ്ചാത്തലങ്ങളും കൂടെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. നിലവിൽ കുറ്റപത്രം സമർപ്പിച്ച സാഹചര്യത്തിൽ കോടതിയുടെ ഒരു വിധി അല്ലെങ്കിൽ കോടതി ഇതിനെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്, തെളിവുകളുടെ ശക്തം എല്ലാ കാര്യങ്ങളും പരിശോധിക്കേണ്ടതുണ്ട്. ആതിര. ശരി, രേണുക രാജേന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത്. മുകേഷ് MLA ആയി തുടരുമെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞിരിക്കുന്നു. കേസിൽ കോടതിയുടെ തീരുമാനം വരട്ടെ, കോടതി തീരുമാനം കൈകാര്യം ചെയ്യട്ടെ, കോടതിയുടെ നിലപാട് സ്വീകരിക്കട്ടെ. മുകേഷ് MLA ആയി തുടരുമെന്നാണ് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്റർ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്.